വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വിറൽ. നമ്മളൊരു വെബ്സൈറ്റോ ഒരു ആപ്ലിക്കേഷനോ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡിസൈൻ ചേഞ്ചസ് ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഇല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്കൊരു ബ്രാൻഡിങ് ഒക്കെ മാറുന്ന സമയത്ത്, അതായത് ഒരു കമ്പനീൻ്റെ ലോഗോയോ അല്ലെങ്കിൽ തീമൊക്കെ മാറുന്ന സമയത്ത് നമുക്ക് കളേഴ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യേണ്ടി വരും. അങ്ങനെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒക്കെ ഉപയോഗിക്കും പോലെ CSSൽ നമുക്ക് തോന്നുന്നിടത്തൊക്കെ കളേഴ്സും സ്പേസൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നീട് അത് മെയിൻ്റനൻസ്, അതായത് ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എല്ലാ സ്ഥലത്തും പോയിട്ട് ഓരോന്നും മാനുവലി ചേഞ്ച് ചെയ്യേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് CSSൽ ഉള്ള ഇൻബിൽറ്റ് ആയിട്ടുള്ള വേരിയബിൾസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. നമ്മളിവിടെ ഈ ഒരു കളർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വലിയൊരു ആപ്ലിക്കേഷൻ എന്ന സമയത്ത് പല സ്ഥലത്തും അതേ സെയിം കളർ കൊടുക്കേണ്ടി വരും. പിന്നെ ഈ ഒരു വൈറ്റ് കളറിൻ്റെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്പേസ് നമുക്ക് ഈക്വൽ ആയിരിക്കും. ഒരുവിധം എല്ലാ സ്ഥലത്തും ആ ഒരു ഗ്യാപ്പ് 15 px എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊരു വേരിയബിൾ ആക്കി സെറ്റ് ചെയ്യണം. അങ്ങനെ വേരിയബിൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു റൂട്ട് സെലക്ടർ ഉണ്ട്. CSSൽ റൂട്ട് എന്ന് പറയുന്ന സെലക്ടർ, അതായത് നമ്മൾ HTML ഡോക്യുമെൻ്റ് തന്നെ സെലക്ട് ചെയ്യുന്ന ഒരു സെലക്ടറാണത്. അപ്പോൾ അത് കൊടുക്കുന്നത് റൂട്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ CSS സെലക്ടർ കൊടുത്തു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. നമ്മളൊരു വേരിയബിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ട് ഹൈഫൺ ഇട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 2 ഹൈഫൺ ഇട്ടിട്ട് അപ്പോൾ നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്, നമുക്ക് ലൈറ്റ് കളർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. ലൈറ്റ് നമുക്ക് ടെക്സ്റ്റ് കളർ എന്ന് പറയും. ലൈറ്റ് ടെക്സ്റ്റ് കളറിന് നമ്മൾ എന്താണ് നമ്മളെ കളർ FF അല്ലേ, വൈറ്റ് ആണ്. അപ്പോൾ നമ്മളിങ്ങനെ ഹെക്സ് കോഡ് കൊടുക്കുന്ന സമയത്ത് 3 ലെറ്ററോ അല്ലെങ്കിൽ 6 ലെറ്ററോ കൊടുക്കാം, രണ്ടും വാലിഡാണ്. അപ്പോൾ ആക്ച്വലി ഫുൾ കോഡ് എന്ന് പറയുന്നത് 6F ആണ് വൈറ്റിന്, അത് 3 കൊടുത്താലും മതിയാവും. അപ്പോൾ ലൈറ്റ് കളർ എന്ന് പറഞ്ഞ വേരിയബിൾ കൊടുത്തു. എന്നിട്ട് അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇവിടെ നമ്മൾ വൈറ്റ് ഈ ഒരു കളറ് കൊടുത്ത സ്ഥലത്ത് വന്നിട്ട് അവിടെ വാർ എന്ന് പറയുന്ന CSSലുള്ള ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കാം. വാർ നമ്മൾ കാൽക്ക് ഉപയോഗിച്ച പോലെ തന്നെയുള്ള ഒരു ഫംഗ്ഷനാണ് വാർ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഏതാണ് നമ്മളെ വേരിയബിൾ ഹൈഫൺ ലൈറ്റ് ടെക്സ്റ്റ് കളർ, ആ ഒരു വേരിയബിൾ പാസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ ഒരു സൈഡ് ബാറിൻ്റെ കളർ കൂടെ മൂവ് ചെയ്യാം. ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ BG കളർ എന്ന് കൊടുത്തു. അതിൽ നമ്മൾ #33 എന്ന് പറയുന്ന ആ ഒരു ഡാർക്ക് കളർ കൊടുത്തിട്ടുണ്ട്. അതും നമുക്കിനി വേരിയബിളിലേക്ക് മാറ്റാം. വാർ ഹൈഫൺ ഡാർക്ക് BG കളർ. ഇനി നമുക്ക് ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് 15 px ആണ്. വാറിൽ 15 px കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഹൈഫൺ സ്പേസ്. ഇനി സേവ് ചെയ്ത് ഒന്ന് റീഫ്രഷ് ചെയ്തിട്ടുണ്ടാവും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ നമ്മളെ കളേഴ്സിനൊന്നും ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. നമുക്കൊരു ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് CSS എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ ഒരു ഹോവർ കളർ കൂടെ കൊടുക്കാം. ലിങ്ക് ഹോവറിൽ തൽക്കാലം ഞാൻ പർപ്പിളാണ് കൊടുക്കുന്നത്. പർപ്പിളിൻ്റെ ടെക്സ്റ്റ് തന്നെ കൊടുക്കുകയാണ്. സൈഡ് ബാറിൻ്റെ A ടാഗിലെ ഹോവറിൽ നമുക്ക് ലിങ്ക് ഹോവർ കളർ കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോവർ ചെയ്യുന്ന സമയത്ത് ആ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഈ കളർ മാച്ചിങ് അല്ല, ഇത് വിസിബിൾ അല്ലാത്ത കളറാണ്. നിങ്ങൾ വിസിബിൾ ആയിട്ടുള്ള നല്ല കളർ തന്നെ യൂസ് ചെയ്യണം. ഞാനിവിടെ ഇപ്പോൾ കളർ മാച്ചിങ് ഒന്നും ചെക്ക് ചെയ്യുന്നില്ല. ഞാൻ ആ പർപ്പിൾ മാറ്റിയിട്ട് ഒരു ഗ്രീൻ ഷെയ്ഡിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കളർ സെലക്ടർ ഇവിടെ ചേഞ്ച് ആയത് കാണാൻ പറ്റും. കളർ ഹൈലൈറ്റർ ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾ ടെക്സ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഹോവർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്റ്റ് ഗ്രീനിലേക്ക് മാറിയിട്ടുണ്ട് ഹോവർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇങ്ങനെ CSS വേരിയബിൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു കളർ പിന്നീട് ചേഞ്ച് ചെയ്യണം, നിങ്ങൾ കമ്പനീൻ്റെ ബ്രാൻഡിങ് മാറുമ്പോഴോ അല്ലെങ്കിൽ മാനേജർ പറഞ്ഞു ഈ കളർ മാറ്റണം അല്ലെങ്കിൽ ക്ലയൻറ്റ് പറഞ്ഞു ഈ കളർ മാറ്റണം എന്ന് പറയുന്ന സമയത്ത് ഓരോ എലമെൻറ്റിന് എവിടെയൊക്കെ ഈ സ്റ്റൈൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് നോക്കിയിട്ട് റീപ്ലേസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ആ ഒരു തീമിൽ വന്നിട്ട് തീമിലെ മെയിൻ വേരിയബിൾ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും. അങ്ങനെ ഡെവലപ്പേഴ്സിന് ടൈം സേവ് ചെയ്യാം, അതേപോലെ തന്നെ കമ്പനിക്ക് ഡെവലപ്മെൻറ്റിന് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും.